കേരളത്തിൽ വല്ലാത്ത പനിയാണ് ഇപ്പോൾ. പനിയിൽ കേരളം വിറയ്ക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെ പകർച്ചപ്പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തിയത് 13,539 പേരാണ്. 21 പേർക്ക് എലിപ്പനി, 4 പേർക്ക് മലേറിയ, 10 പേർക്ക് ഷിഗല്ല. ഇതൊക്കെ സ്ഥിരീകരിച്ച കാര്യം കേട്ടോ. പകർച്ചവ്യാധി പ്രതിരോധം ചർച്ച ചെയ്യാൻ ഹൈപ്പവർ കമ്മിറ്റി എന്ന ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കണക്കുകൾ സൂചിപ്പിച്ചു, പക്ഷേ ഇത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. നമുക്കറിയാം, സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന നിരവധി ജനങ്ങളുണ്ട്. സാധാരണ സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കുന്ന ജനങ്ങളുണ്ട്. ആ കണക്കുകളൊക്കെ ഇതിനപ്പുറമാണ്. അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം എത്രത്തോളം രൂക്ഷമെന്ന് ഞെട്ടിപ്പിക്കുന്നത് അതാണ്. ഇന്നലത്തെ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് മാത്രം ചികിത്സ തേടിയത് 13,539 പേരാണെന്നാണ് കണക്കുകൾ. അതിൽ മലപ്പുറം ജില്ലയിലാണ് പനി വ്യാപനം കൂടുതൽ. 2,734 പേർ മലപ്പുറം ജില്ലയിൽ മാത്രം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 98 പേർക്കാണ്. 303 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടുകൂടി ആശുപത്രികളിൽ എത്തിയതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 21 പേർക്ക് എലിപ്പനിയും, 4 പേർക്ക് മലേറിയയും, 10 പേർക്ക് ഷിഗല്ലയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 39 പേർക്ക് മഞ്ഞപ്പിത്തം, 109 പേർക്ക് ചിക്കൻ പോക്സ്, 3 പേർക്ക് ചിക്കൻ ഗുനിയ, ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം, ഒരാൾക്ക് പേവിഷബാധയും, ഒരാൾക്ക് ചെള്ളുപനിയും സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ ഇന്നലത്തെ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 3 മരണങ്ങൾ എലിപ്പനി, പേവിഷബാധ, ചെള്ളുപനി മൂലം എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ കണക്കുകൾ പകർച്ചവ്യാധി പ്രതിരോധം പാളിയെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ആരോഗ്യവകുപ്പ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പ്രതിരോധ നടപടികൾ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. എന്താണെങ്കിലും സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധം അത് കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ആരോഗ്യമന്ത്രി തന്നെ ഒരു ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ആ ഹൈപ്പവർ കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ SS ലാലാണ്. അതുപോലെ ആരോഗ്യവകുപ്പിലെയും ഒപ്പം സ്വകാര്യ ആശുപത്രികളിലെയും പ്രധാനപ്പെട്ട ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം റെസ്റ്റ് ഹൗസിലാണ്, PWD റെസ്റ്റ് ഹൗസിലാണ് ആ യോഗം ചേരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രി ആ യോഗം ഉദ്ഘാടനം ചെയ്യും. ഇതിൽ ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള എല്ലാ MLA മാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. അവർക്ക് ഈ ഹൈപ്പവർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള കത്ത് ഔദ്യോഗികമായി തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രധാനമായി ഈ പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണം, അതിൻ്റെ മറ്റു തയ്യാറെടുപ്പ്, മുന്നൊരുക്കം, അതുപോലെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നത് സംബന്ധിച്ച് കൃത്യമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. 10 മണി മുതൽ 2 മണി വരെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അതായത് പൊതുസമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായുള്ള ചർച്ചകൾ, അതായത് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ അടക്കം വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുമായുള്ള ചർച്ച നടക്കും. അതിനുശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് ഏത് വിധത്തിൽ വേണം താഴെത്തട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ള റിപ്പോർട്ടായിരിക്കും ആരോഗ്യ വകുപ്പിന് ഈ ഹൈപ്പവർ കമ്മിറ്റി നൽകുക. അതിനനുസരിച്ച് ആ നിയന്ത്രണത്തിലൊരു അല്ലെങ്കിൽ ആ പകർച്ചവ്യാധി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.